നമസ്കാരം. ബിലു ബാലകൃഷ്ണനാണ്, കമ്പനി സെക്രട്ടറി. ഇന്നത്തെ വീഡിയോ ടോപ്പിക്ക് കുറച്ച് കുട്ടികൾ റീസെൻ്റായിട്ട് ചോദിച്ച ഒരു ആസ്പെക്റ്റ് ആണ്. എസ്പെഷ്യലി 2 ദിവസം മുമ്പാന്ന് തോന്നുന്നു സ്വാതി എന്ന് പറയുന്ന ഒരു കുട്ടി CS എക്സിക്യൂട്ടീവ് കുട്ടി എനിക്ക് ചോദിച്ച ഡൗട്ട് നിന്നും ഉണ്ടായ ഒരു ആശയമാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട്. കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് കൂടെ പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളെ കുറിച്ചുള്ളൊരു ചെറിയൊരു ഇൻസൈറ്റാണ് ഇന്നത്തെ വീഡിയോ. അത് പ്രൈമ ഫെസി എൻ്റെ പല വീഡിയോസിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. LLB ആണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. നമുക്ക് ലോ ഗ്രാജുവേഷൻ വളരെ മാൻഡേറ്ററി ആണ്. കാരണം നമ്മൾ ഡീൽ ചെയ്യുന്നത് പൂർണ്ണമായും ലോ സബ്ജക്ട്സിലാണ്. പ്രാക്ടീസിലായാലും അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റിലായാലും അതുപോലെ തന്നെ കമ്പനി ലോ ട്രിബ്യൂണൽ, പല ട്രിബ്യൂണലിലും നമുക്ക് അപ്പീർ ചെയ്യുമ്പോൾ സിവിൽ ലോസും കോൺസ്റ്റിറ്റ്യൂഷൻ ലോസും ഒക്കെ നമുക്ക് തറവായിരിക്കുന്നത് എപ്പോഴും, ഡ്രാഫ്റ്റിംഗ് ഒക്കെ തറവായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതുകൊണ്ട് എൻ്റെ പല വീഡിയോസിലും എസ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഉണ്ട് LLBയുടെ കൂടെ. ഏറ്റവും നല്ല കോമ്പിനേഷൻ CS ആണെന്നും അഥവാ CS-ൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ LLB ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം ഈ പറയുന്ന കുട്ടി ചോദിച്ച ഡൗട്ടിൽ നിന്നും ഉള്ള ടോപ്പിക് എന്ന് വെച്ചാൽ ഷോർട്ട് ടേം ആയിട്ട് എന്തെങ്കിലും കോഴ്സസ് ഉണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം CS കോഴ്സ് എന്ന് പറയുന്നത് കുറച്ച് സീസണലാണ്. കാരണം 6 മാസത്തിൽ ഒരിക്കൽ എക്സാം ഉള്ളൂ. ഒരിക്കൽ എക്സാം എഴുതി കഴിഞ്ഞാൽ ഒരു 1.5 മാസം 2 മാസം വരെ റിസൾട്ട് വെയിറ്റ് ചെയ്യണം. പിന്നെ അടുത്ത എക്സാമിന് പിന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങും. ഇതാണ് പൊതുവേ കുട്ടികൾ യൂസ് ചെയ്യുന്ന ഒരു പാറ്റേൺ. അപ്പോൾ ഈ ഷോർട്ട് ടേം കോഴ്സുകളാകുമ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഗ്യാപ്പ് ഉള്ളപ്പോഴും ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സാർ 1-2 സജഷൻസ് പറയാം. ഇത് നിങ്ങൾക്ക് സ്യൂട്ട് ആവുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നിങ്ങളുടെ താല്പര്യങ്ങൾക്കും മറ്റുള്ള സൗകര്യങ്ങൾക്കും നോക്കിയിട്ട് വേണം ഇത് തീരുമാനിക്കാനായിട്ട്. ഇതൊരു സജഷൻ മാത്രമേ ഉള്ളൂ. ഒന്ന് NSIM-ൻ്റെ ആണ്. അത് NISM എന്നും പറയും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്യൂരിറ്റീസ് മാനേജ്മെൻറ്റ്. ഇത് സെബിയുടെ കീഴിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു ബോഡിയാണ്. ഇന്ത്യയിൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ബന്ധപ്പെട്ടതും ഇൻവെസ്റ്റേഴ്സ് ബന്ധപ്പെട്ടതും ക്യാപിറ്റൽ മാർക്കറ്റ് ബന്ധപ്പെട്ടുള്ള കോഴ്സസ് നടത്തുന്ന സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്യൂരിറ്റീസ് മാനേജ്മെൻറ്റ് NISM. ഇത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പല സർട്ടിഫിക്കേഷൻ കോഴ്സുകളുണ്ട്. NISM അറിയാലോ, gov.in എടുത്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൻ്റെ അകത്ത് എസ്പെഷ്യലി വെബ്സൈറ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കണേ. എസ്പെഷ്യലി അട്രാക്റ്റീവ് ആയിട്ടുള്ള CS-ൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ CS കുട്ടികൾക്കോ അല്ലെങ്കിൽ പാർട്ട്ലി ക്വാളിഫൈഡ് ആയിട്ടുള്ള CS-കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കോഴ്സുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രത്യേകിച്ച് ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് ബന്ധപ്പെട്ടത്, കറൻസി ഡെറിവേറ്റീവ്സ്, അതുപോലെ ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് ബന്ധപ്പെട്ടത്, മെർച്ചന്റ് ബാങ്കിങ് ബന്ധപ്പെട്ടത്, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെയാണ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ജനറൽ ആയിട്ടുള്ള ഇൻവെസ്റ്റർ അവയർനെസ് ബന്ധപ്പെട്ടത്. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഷെയർ മാർക്കറ്റിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾ, റിസർച്ച് അനലിസ്റ്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. എന്തായാലും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്യൂരിറ്റീസ് മാനേജ്മെൻറ്റ് സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനമാണ്, സെബിയുടെ കീഴിൽ വരുന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് ബന്ധപ്പെട്ടതും ഷെയർ മാർക്കറ്റ് ബന്ധപ്പെട്ടതുള്ള കോഴ്സുകൾക്ക് ഏറ്റവും നല്ല ഒതൻറ്റിക്കേറ്റഡുള്ളതും റിലയബിൾ ആയിട്ടുള്ളതും ഏറ്റവും നല്ല റെപ്യൂട്ടേഷൻ ഉള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോഴ്സാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്യൂരിറ്റീസ് മാനേജ്മെൻറ്റ്. അവർക്ക് ഒരുപാട് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. എല്ലാം ഓൺലൈനാണ് എക്സാമും ഒക്കെ. അതിന് വാലിഡിറ്റി പീരീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന, നിങ്ങളുടെ ബഡ്ജറ്റിനും നിങ്ങളുടെ സമയത്തിനും നിങ്ങളുടെ താല്പര്യത്തിനും സ്യൂട്ടാവുന്ന കോഴ്സുകൾ വേണമെങ്കിൽ ഒരു ഷോർട്ട് ടൈം കോഴ്സായിട്ട് നിങ്ങളുടെ എംപ്ലോയബിലിറ്റി കൂട്ടാനും, എക്സിക്യൂട്ടീവ് കഴിഞ്ഞ് മെർച്ചന്റ് ബാങ്കിങ്ങിലും ലോ ഫേംസിലും CS ഫേംസിലും CA ഫേമിലൊക്കെ ജോലി സാധ്യത കൂട്ടാനും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോഴ്സുകൾ സഹായമാവും. പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റ് ഏരിയയിലും ക്യാപിറ്റൽ മാർക്കറ്റ് ഏരിയയിലൊക്കെ കുറച്ച് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ. രണ്ടാമത്, നമ്മുടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ICSIയുടെ കുറേ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. ICSI സർട്ടിഫിക്കറ്റ് കോഴ്സസ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ അതിൻ്റെ പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലിങ്ക് കിട്ടും. നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടും ഒരു സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസും പൊതുവെ എംപ്ലോയ്മെൻറ്റ് മാർക്കറ്റിലും അതുപോലെ തന്നെ പൊതുവേ ഉള്ളൊരു ഒരു ഒരു നമ്മൾ പറയത്തില്ലേ വാലിഡിറ്റിക്കും അത് നല്ലതാണ്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഷോർട്ട് ടേം പ്രോഗ്രാംസ് ഉള്ളത് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫോറൻസിക് ഓഡിറ്റ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ CSR ഉണ്ട്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് ഉണ്ട്, സെക്യൂരിറ്റി നമ്മളെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ടിൽ നമ്മുടെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ഉണ്ട്. അതുപോലെ പോഷ് നിയമത്തിലുണ്ട്. ഇതിൽ CSR വളരെ ഫേമസ് ആണ്. ഞാനൊക്കെ അത് കഴിഞ്ഞതാണ്. സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ CSR, ഫോറൻസിക് ഓഡിറ്റ് താല്പര്യമുള്ളവർക്ക് അത് നോക്കാം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഈ പറഞ്ഞ സൈറ്റ് ICSI സർട്ടിഫിക്കറ്റ് കോഴ്സ് ഗൂഗിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഓൺലൈനായിട്ട് വീട്ടിൽ ഇരുന്ന് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ കോഴ്സുകൾ ചെയ്യാവുന്നതാണ്.
എപ്പോഴും ഷോർട്ട് ടേം കോഴ്സുകൾ ചെയ്യുമ്പോൾ വാലിഡിറ്റി ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യുക. അല്ലാത്ത തരം ഈ ഒരുപാട് മീഡിയകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കാണുന്നത് നോക്കി ചെയ്താൽ സമയവും പൈസയും കുറച്ചൊക്കെ ആവുമെങ്കിലും അതിൻ്റെ വാലിഡിറ്റിയാണ്. നാളൊരു കാലത്ത് ജോലിക്ക് പോകുമ്പോൾ എത്രത്തോളം നിങ്ങളുടെ ജോബിനെയും എംപ്ലോയബിലിറ്റിയും സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് എപ്പോഴും നല്ലത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ബാക്കിംഗ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എനിക്ക് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. കാരണം ആ ഫോർമാറ്റൊക്കെ നമുക്ക് കമ്പാരിറ്റീവ്ലി അറിയാമായിരിക്കും. ഒരു ഒറ്റ നോട്ടത്തിൽ പറഞ്ഞുകൊണ്ടെങ്കിൽ ഇതാണ് കൂടുതലും ഫോറൻസിക് ഓഡിറ്റ്, ജി എസ് ടി ആൻഡ് ഇൻഡയറക്ട് ടാക്സേഷൻസ് എന്ന് പറഞ്ഞൊരു നല്ലൊരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുണ്ട്. അത് അക്കൗണ്ട്സും അത് ടാക്സും ആ ഏരിയയിൽ താല്പര്യമുള്ളവർക്ക് ആലോചിക്കാവുന്നതാണ്. ഫെമ നല്ലതാണ്, CSR നല്ലതാണ്, കോർപ്പറേറ്റ് റീസ്ട്രക്ചർ നല്ലതാണ്. ഫോറൻസിക് ഓഡിറ്റ് അത് നല്ലൊരു ഏരിയയാണ്. ഫോറൻസിക് ഓഡിറ്റ് ബന്ധപ്പെട്ടുള്ള സെക്രട്ടറി നമ്മുടെ കമ്പനി സെക്രട്ടറി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സ്. അപ്പോൾ ആ സൈറ്റ് നോക്കുമല്ലോ. അപ്പോൾ ഈ 2 സൈറ്റ് നോക്കുക. നോക്കിയിട്ട് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചും നിങ്ങളുടെ ബഡ്ജറ്റും അതുപോലെ തന്നെ സമയവും അനുസരിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് വാലിഡിറ്റി ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. CS കോഴ്സിൻ്റെ കൂടെ തന്നെ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഫഷണൽ കോഴ്സിൻ്റെ കൂടെ തന്നെ ഒരു വാല്യൂ അഡീഷൻ എംപ്ലോയ്മെൻറ്റിനും നിങ്ങൾക്ക് കിട്ടും. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് 2 കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിനല്ലാതെ കോമൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സജഷൻ ഡേറ്റ അനലിറ്റിക്സ് അതുപോലത്തെ കാര്യങ്ങൾ, സൈബർ സെക്യൂരിറ്റി, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇത്തരം ന്യൂ ജനറേഷൻ ആയിട്ടുള്ള അറിയാലോ പുതിയ വിപ്ലവകരമായിട്ടുള്ള പുതിയ IT ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്കിൽസ് ഉള്ള IT ഓറിയൻറ്റഡ് അടിസ്ഥാനമായിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും സെർച്ച് ചെയ്ത് വാലിഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ പറ്റിയ കുറച്ച് നല്ല ഡേറ്റ അനലിസ്റ്റ്, ബിഗ് ഡേറ്റ, അതുപോലെ തന്നെ AI, അതുപോലെ തന്നെ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മറ്റുള്ള ജനറേറ്റീവ് AI ബന്ധപ്പെട്ടതും ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് സൈബർ സെക്യൂരിറ്റി പൊതുവെ നല്ലൊരു ഏരിയയാണ്. പ്രത്യേകിച്ച് CS-കാർക്കും ലോ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ വാലിഡിറ്റിയൊക്കെ എനിക്കറിയത്തില്ല, നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്തരം 3 കാര്യങ്ങളാണ് സാർ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഒന്ന്, ഷോർട്ട് ടേം സർട്ടിഫിക്കറ്റ് കോഴ്സസ് ബൈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്യൂരിറ്റീസ് NISM, അത് സെബിയുടെ കീഴിലുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. രണ്ടാമത് നമ്മളെ സ്വന്തം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്യൂരിറ്റീസ് ഓഫ് ഇന്ത്യയുടെ ഫോറൻസിക് ഓഡിറ്റിലോ അതുപോലെ തന്നെ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്ങിലോ GST-യിലോ CSR ബന്ധപ്പെട്ട ഫെമ ബന്ധപ്പെട്ട കോഴ്സുകൾ. മൂന്നാമത് ഇതര IT ഓറിയൻറ്റഡ് ആണ്. അത് എക്സൽ സ്കിൽസ് ആവാം, അല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക് ആവാം, AI ആവാം, അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി ആവാം. അപ്പോൾ ഇത് പെട്ടെന്ന് എനിക്കൊരു ഇങ്ങനൊരു ആശയം തോന്നി. അപ്പോൾ എന്തായാലും ഒരു കാര്യം പറയാം, നമ്മളിതൊരു സീസണൽ, അതായത് ഒരു പീരീഡ് ബേസ്ഡ് ആയിട്ടൊരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ അത്രയും സമയം വെറുതെ നമ്മൾ വെറുതെ ഇരിക്കുന്നതിന് പകരം ഇത്തരം സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ചെയ്യുകയും സ്വാഭാവികമായിട്ടും നിങ്ങൾ ലിങ്ക്ഡിനിലൊക്കെ നിങ്ങൾ പ്രൊഫൈലൊക്കെ ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനൊരു വാല്യൂഡേഷൻ വരികയും ആളുടെ കാലത്ത് ഒരു ഇൻ്റർവ്യൂവിനും അത് എക്സിക്യൂട്ടീവ് കഴിഞ്ഞാലും എക്സിക്യൂട്ടീവ് മുമ്പായാലും ഒരു ജോബിന് പോകുമ്പോൾ ഇതൊക്കെ ഒരു വാല്യൂ അഡീഷൻ ആയിട്ട് വരും. ഒരൊറ്റ സെഷനേ ഉള്ളൂ. ചെയ്യുമ്പോൾ എപ്പോഴും വാലിഡിറ്റി ഉള്ള കോഴ്സുകൾ ചെയ്യുക, ഇല്ലെങ്കിൽ അതിനൊരു പേപ്പറിന് തുല്യം വാലിഡിറ്റി മാത്രമേ കാണത്തുള്ളൂ. തീർച്ചയായിട്ടും ഇതെല്ലാം നിങ്ങൾക്കൊരു വാല്യൂ അഡീഷനായി മാറുമെന്നുള്ളത് യാതൊരു സംശയവുമല്ല. എന്തെങ്കിലും ഇതുപോലത്തെ ടോപ്പിക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. സോ ദാറ്റ് അങ്ങനത്തെ ഒരു വിഷയമായിട്ട് ബിൽ സാർ വീണ്ടും വരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു. നിങ്ങളുടെ സ്വന്തം ബിജു ബാലകൃഷ്ണൻ. മറ്റൊരു വീഡിയോയുമായിട്ട് വേറൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും വരാം.